വഴികളിൽ തെളിയുന്ന മുഖങ്ങൾ. മൈക്ക്, നിങ്ങളെ ഞാനും ഓർക്കുന്നുണ്ട്. അതീവ താല്പര്യത്തോടെ കണ്ണുകൾ കൂർപ്പിച്ച് മൈക്ക് ചോദിച്ചു, യു ഡിവോഴ്സി? മൈക്കിൻ്റെ കണ്ണുകളിലെ ഭാവം കണ്ട് എനിക്ക് ചിരി വന്നെങ്കിലും ഞാനത് അധികം പുറത്തു കാട്ടാതെ നോ എന്ന് പറഞ്ഞു. മൈക്കിന് അത് വിശ്വസിക്കാൻ താല്പര്യമില്ലെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഞാൻ ഫോണെടുത്ത് ദിനിച്ചേട്ടനും മാച്ചുവിനും ഒപ്പം നിൽക്കുന്ന ചിത്രം കാണിച്ചു. മൈ ഫാമിലി. മൈക്കിൾ ഒരു നിമിഷം ചിത്രത്തിൽ നോക്കിയിട്ട് തലകുലുക്കി അപ്രൂവ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഐ ഡിവോഴ്സി. പിന്നെ ഫോണിൽ അയാളുടെ കുഞ്ഞിൻ്റെ ചിത്രം കാണിച്ചു. രണ്ടുപേരും കൂടിയിരുന്ന് ലോകത്തെ ഏറ്റവും ആനന്ദദായകമായ കാര്യം ചെയ്യുന്ന മട്ടിൽ ന്യൂഡിൽസ് തട്ടുകയാണ്. ഞാൻ ചിരിച്ചു, മൈക്കും. അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടുകാരായത്. മ്യൂണിക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണാമായിരുന്നു വെട്ടി നിർത്തിയ പച്ചമരങ്ങളുടെ തണലിൽ ബെൻസിൻ്റെ പുത്തൻ ബസ്, വൈൻ നിറമുള്ള ടൂറിസ്മോ ഞങ്ങളെ കാത്തു കിടക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് സാധനം ബോധിച്ചു. ജർമ്മനിയിൽ നിന്ന് ആരംഭിച്ച് ചെക്ക് റിപ്പബ്ലിക്കും ഓസ്ട്രിയയും കടന്ന് സ്ലോവാക്യ, ഹംഗറി, ക്രൊയേഷ്യ, സ്ലൊവാനിയ എന്നീ രാജ്യങ്ങളിലൂടെ ചുറ്റി വീണ്ടും ഓസ്ട്രിയയിലെത്തി ഇൻസ്ബ്രുക്കിലൂടെ മ്യൂണിക്കിലേക്ക് മടങ്ങുന്ന ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ ബസ് യാത്രയായിരുന്നു. മൊത്തം 11 ദിവസം യൂറോപ്പിൻ്റെ തലങ്ങും വിലങ്ങും യാത്ര ചെയ്യാൻ പോകുന്ന സന്തോഷ ദിനങ്ങൾ. ഞാൻ ആദ്യം കാണുമ്പോൾ അയാൾ ബസ്സിൽ ചാരി കൈകെട്ടി നിൽക്കുകയാണ്. തലമൊട്ടയടിച്ച ഋഷി കപൂർ എന്നാണ് ആദ്യം തോന്നിയത്. അറ്റമളഞ്ഞ മൂക്കും ചുവന്നു തുടുത്ത കവിളും മൊട്ടയടിച്ച തലയും ഒക്കെയായി ഒരു സുന്ദരൻ. കുമ്പ ഇടയ്ക്കിടയ്ക്ക് തടവും, പിന്നെ മൊട്ടത്തലയും തടവും. ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായ ചിരി, ചിരിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്ന കൺപീലികൾ. എല്ലാവരെയും വിഷ് ചെയ്തും ലഗേജൊക്കെ എടുത്തു വെക്കാൻ സഹായിച്ചു മൂപ്പർ കളം നിറഞ്ഞ റിപ്പോർട്ട്. യാത്രക്കാർ സീറ്റുകളിൽ സ്വസ്ഥരായപ്പോൾ ഋഷി കപൂറും കയറി ഡ്രൈവിംഗ് സീറ്റിലേക്ക്. അപ്പോഴാണ് ആശ ഞങ്ങളുടെ സാരഥിയാണെന്ന് മനസ്സിലായത്. ഗൈഡ് എല്ലാവർക്കുമായി ആളെ പരിചയപ്പെടുത്തി. പേര് മൈക്കിൾ കേണി, മൈക്ക് എന്നാണ് വിളിക്കുന്നത്. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ബസ്സിന്റെ പത്രാസ് മനസ്സിലായി. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഫുട്ബോൾ താരങ്ങൾ യാത്ര ചെയ്ത ബസ്സായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് അവരുടെ എംബ്ലവും സ്പോൺസർമാരുടെ പരസ്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടന്നുപോയ വഴികളിലൊക്കെയും പലരും വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ബസ്സിനുള്ളിലേക്ക് നോക്കും. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഒരുപറ്റം ഏഷ്യൻ മുഖങ്ങൾ കാണുമ്പോൾ അവർ അമ്പരന്ന് നിൽക്കും. മ്യൂണിക്കിന്റെ തെരുവുകളിലൂടെ ബസ് നെഞ്ചുവിരിവോടെ നീങ്ങിക്കൊണ്ടിരുന്നു. ഗൈഡ് കാഴ്ചകൾ വിവരിക്കുന്നുണ്ട്, പക്ഷേ മൈക്ക് നിശബ്ദൻ. എങ്കിലും ഗൈഡ് മൈക്കിനെ ഇടയ്ക്കിടെ മൈക്കിലേക്ക് വലിച്ചിടും. മൈക്ക് വാണ്ടഡ് ടു സേ സംതിങ് ടു യു. അപ്പോൾ പ്രത്യേക ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ചെക്ക് സ്ലാങ് ഉള്ള മുറി ഇംഗ്ലീഷിൽ വരാൻ പോകുന്ന ചില സ്ഥലങ്ങളെക്കുറിച്ച് കാര്യമാത്ര പ്രസക്തമായി ചിലതൊക്കെ മൈക്ക് പറയും. അതൊരു പാക്കേജ് ടൂറായിരുന്നു. എവിടെ നിന്നൊക്കെയോ വന്ന 40 പേരുടെ യാത്ര. എല്ലാവരും കുട്ടിയും കുടുംബവുമായി ഒക്കെ വന്നപ്പോൾ ഞാൻ മാത്രം ഏകയായിരുന്നു. എന്ത് ചെയ്യാം, എൻ്റെ കുടുംബത്തിന് ലീവ് കിട്ടിയില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ അവഗണനകളും പരിഗണനകളും എനിക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചു. കുടുംബത്തെ കളഞ്ഞ് യാത്ര ചെയ്യുന്ന ധിക്കാരി എന്ന ലേബലിൽ നിന്നും സ്നേഹത്തിന്റെ ലോകത്തിലേക്ക് എത്താൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ യാതൊരു മുൻവിധികളുമില്ലാതെ 2ാം ദിവസം മൈക്ക് അങ്ങ് കൂട്ടായി. ഏത് ട്രിപ്പിന് പോയാലും ഡ്രൈവർമാരോടും ഹോട്ടൽ സ്റ്റാഫിനോടും ഒരു മെന്റൽ ടൈംസ് ഉണ്ടാക്കി വെക്കാൻ ഞാൻ ശ്രദ്ധിക്കും. കാര്യങ്ങൾ അറിയാൻ അവരാണ് ബെസ്റ്റ് എന്ന് പലവട്ടം അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും മൈക്കിനെ കൂട്ടത്തിൽ കൂട്ടി. അന്ന് എൻ്റെ ഭാരിച്ച ലഗേജ് എടുത്ത് ബസ്സിന്റെ റാക്കിൽ വെക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മൈക്ക് ചോദിച്ചു, ഈസ് യുവർ ഹസ്ബൻഡ് ഇൻസൈഡ്? പ്രാഗാണ് മൈക്കിന്റെ ദേശം. തീറ്റയാണ് മെയിൻ. ബിയറാണ് ദേശീയ പാനീയം. താമസം ഒറ്റയ്ക്ക്. അതിന്റെ എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വെട്ടിമുറിച്ച് പറഞ്ഞു, ഡോണ്ട് വാണ്ട് ടു സ്പീക്ക് എനിത്തിങ് അബൌട്ട് മൈ വൈഫ്. ഒരു ദിവസം പ്രാതൽ സമയത്താണ് ഇരുണ്ട് ചുവന്ന മുഖവുമായി മൈക്ക് ജീവിതകഥ പറഞ്ഞത്. 2 കുഞ്ഞുങ്ങളുണ്ട്, 9ഉം 5ഉം വയസ്സ്. മക്കളെ തീവ്രമായി മിസ് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ എൻ്റെ അടുത്തു നിന്നും 270 കിലോമീറ്റർ അകലെ ഭാര്യയുടെ കൂടെയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു വലിയ ദുഃഖമാണ് മൈക്കിനെന്ന്. അവരെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. സ്കൂളും കോളേജും കഴിഞ്ഞ് മൈക്ക് ഒരു ഷെഫായിട്ടാണ് ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. അദമ്യമായ ആഹാരപ്രണയം അവിടെ നിന്നും ആരംഭിച്ചിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ് ടാക്സി ഡ്രൈവറായി. പിന്നെ മൈക്ക് ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ ട്രക്ക് ഡ്രൈവറായി 4 വർഷം. പിന്നീട് തിരിച്ചു വീണ്ടും പ്രാഗിലെത്തി. 11 ദിവസത്തെ ഓരോ യാത്രയും കഴിഞ്ഞ് നേരെ പോയി ഒറ്റക്കിടപ്പാണ്. 10 ദിവസം വിശ്രമം. കുംഭകർണനെ പോലെ ഉറങ്ങും, അതിനടുപ്പിച്ച് കഴിക്കും. കൂട്ടുകാർക്ക് കുറവാണെന്ന് തോന്നുന്നു. യാത്രയിൽ കാര്യമായ ഫോൺ കോളുകളൊന്നും വന്ന് കണ്ടില്ല. വിശ്രമം കഴിഞ്ഞാൽ വീണ്ടും 11 ദിവസത്തെ യൂറോപ്യൻ പര്യടനം. മൈക്കിന്റെ ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശരീരത്തിൽ ഒരു 115 കിലോയെങ്കിലും മൈക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ വിനയം ഒട്ടില്ലതാനും. സദാ പണിയെടുത്തുകൊണ്ടിരിക്കും. സമ്പൂർണ്ണ ശ്രദ്ധ മൈക്ക് 2 കാര്യങ്ങൾക്കുമായി വീതിച്ചു നൽകിയിരിക്കുകയാണ്. ഡ്രൈവിങ്ങിനും മടിയിൽ വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചിപ്സിന്റെ വലിയ പാക്കറ്റ് കാലിയാക്കുന്നതിനും. അത് കഴിച്ചു തീരുമ്പോഴേക്കും അടുത്ത സ്റ്റോപ്പ് ഓവർ ആകും.
വിശപ്പ് വന്നാൽ പെട്ടെന്ന് മൂഡ് ഔട്ട് ആവും. ബ്രേക്ക് എടുത്ത് അടുത്ത കഫേയിൽ നിന്നും സാൻഡ്വിച്ച് തട്ടും. അതോടെ മുഖത്തെ പോയ പുഞ്ചിരി തിരിച്ചു വരും. വീണ്ടും സ്റ്റേബിൾ ഡ്രൈവിംഗ്. വളരെ അപൂർവമായി റോഡിൽ ട്രാഫിക് മിസ്റ്റേക്കുകൾ കാണിക്കുന്നവരെ എഫ് ചേർത്ത് വഴക്ക് പറയും. ജോലി സമയം കഴിഞ്ഞാൽ അരനിമിഷം പോലും ബസ്സിനടുത്ത് നിൽക്കില്ല. പിന്നെ തീറ്റയും കുടിയുമാണ്. എല്ലാ വൈകുന്നേരവും എനിക്ക് മൈക്കിന്റെ ബിയർ ഓഫർ വരും. വർത്തമാനം പറയാൻ ക്ഷണിക്കും. ഞാൻ നന്ദിയോടെ രണ്ടും നിരസിക്കും. എന്നിട്ട് എന്റെ രാത്രി നടത്തത്തിലേക്ക് ഇറങ്ങും. പ്രകാശം വാരി പുതച്ചു നിൽക്കുന്ന നഗരത്തിന്റെ രാത്രി ജീവിതം കാണാൻ ആർത്തിയോടെയാണ് എന്റെ പോക്ക്. മൈക്കിന് ആഹാരം പോലെ തന്നെയാണ് എനിക്ക് യാത്രയുമെന്ന് മൈക്കിന് മനസ്സിലായി. മൈക്കിന്റെ മാനരസങ്ങൾ നിരീക്ഷിക്കാൻ രസമായിരുന്നു. ചൂട് ബർഗർ മുന്നിൽ വരുമ്പോൾ ആശാൻ പ്രണയപൂർവ്വം അതിനെ ഒന്ന് നോക്കും. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്നിട്ടാണ് മെല്ലെ എടുത്ത് രുചി നോക്കുന്നത്. മൈക്കിന്റെ ഓരോ ഭാവങ്ങൾ ഞാൻ ഇടയ്ക്കിടെ ക്യാമറയിലാക്കാറുണ്ട്. പക്ഷെ അവ കണ്ട് മൂപ്പ പരിതപിക്കും. ഐ ആം വെരി ഫാൻ. പക്ഷെ തീറ്റയ്ക്ക് കുറവൊന്നുമില്ലതാനും. സ്ലോവാക് പാർലമെന്റ് കണ്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ മൈക്കിന്റെ കൂടെ നിന്ന് ചിത്രമെടുത്തു. ബസ്സിലിരിക്കുന്ന എല്ലാവരും ഞങ്ങളെ നോക്കി ചിരിക്കുന്നത് നോക്കിയപ്പോൾ ചിത്രത്തിൽ മൈക്ക് എന്റെ മുഖത്തിനേറെ ചുണ്ടു കൂർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പകുതിയിൽ നിന്നുപോയ ഒരു ഉമ്മ. ഞാനും പൊട്ടിച്ചിരിച്ചുപോയി. ഹംഗറിയിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ ഗോഡല്ലോയിൽ ഞങ്ങളുടെ സംഘം 2 ദിനം ചിലവഴിച്ചു. അവിടെ കിട്ടിയ മുറി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തതായിരുന്നു. അതിനൊരു പ്രത്യേക ഗന്ധമായിരുന്നു. കറുവാപ്പട്ട മരം പൂക്കും പോലെയുള്ള സുഗന്ധം. കുക്കു ക്ലോങ്ങിന്റെ കുഞ്ഞൻ വാതിൽ പോലെ ഒരു വേൽക്കൂര. അവിടെ നിന്നാൽ ഹംഗറിയുടെ ആകാശത്ത് കൂടുകൂട്ടുന്ന ചാരമേഘങ്ങളെയും കലപില ശബ്ദമുണ്ടാക്കുന്ന കുഞ്ഞിക്കിളികളെയും പൂർണ്ണചന്ദ്രനെയും ഒക്കെ കാണാം. മഴയും മഞ്ഞും ആ കിളിവാതിൽ കൂടി മുറിയിലേക്ക് വരും. രാത്രിയിൽ മുഖത്ത് മഞ്ഞ് വീഴ്ത്തി കളിച്ചും ഇടയ്ക്കിടെ ആ കിളിവാതിലൂടെ തല പുറത്തേക്കിട്ടും രാത്രികളെ ഞാനും ആഘോഷമാക്കി. രാത്രിയിൽ ഡിന്നർ കഴിക്കാൻ പോകേണ്ടത് അവിടെ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. എല്ലാവരും കുടുംബവുമായി പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു. കരടി ഇറങ്ങുന്ന വഴിയാണ്, സൂക്ഷിക്കുക എന്ന ബോർഡ് വഴിയിലെമ്പാടുമുണ്ട്. അതുകൊണ്ട് ചെറിയ പേടി ഉള്ളിലുണ്ടെങ്കിലും മുന്നിൽ അല്പം ദൂരെയായി ആഹാരം കഴിക്കാൻ പോകുന്നതിനുള്ള സന്തോഷം കൊണ്ട് കനത്ത കൽപ്പാദങ്ങൾ ഭൂമിയിൽ ഇടിച്ചു പോകുന്ന മൈക്കിന്റെ നേർത്ത നിഴൽ കാണും. അതാണ് എൻ്റെ ധൈര്യം. ആദ്യ ദിവസം അത്താഴത്തിനുണ്ടായിരുന്നത് ഗുലാഷ് ആയിരുന്നു. ഗുലാഷ് ഹംഗറിയുടെ ദേശീയ ആഹാരമാണ്. ആട്ടിടയന്മാരുടെ ആഹാരം. ഇറച്ചിയും നുറുക്കിയ പച്ചക്കറികളുമൊക്കെ ചേർന്ന സൂപ്പ് പോലെ ഒന്ന്. പാപ്രിക്ക മുളക് ചട്നിയും കൂടെയുണ്ട്. തണുപ്പ് കാലത്തിന് പറ്റിയ രുചികരമായ വിഭവം. അളവ് തീരെ കുറഞ്ഞ ഗുലാഷ് പക്ഷേ മൈക്കിന് എങ്ങും എത്തിയില്ല. പിന്നെ 2 ഗാർലിക് ബ്രെഡും കുറച്ചു പഴങ്ങളും കൂടി അകത്താക്കിയ ശേഷമായിരുന്നു തിരികെ ഹോട്ടൽ റൂമിലേക്കുള്ള യാത്ര. തിരികെ വരും വഴി ഞാൻ മൈക്കിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ 2 ബിയർ ക്യാൻ സമ്മാനിച്ചു. സന്തോഷം കൊണ്ട് മൈക്കിന്റെ മുഖം തൊടുത്തു വിങ്ങി. എന്നിട്ട് എനിക്കൊരു ഉപദേശവും തോന്നുന്നു. രാത്രി ബിയർ കഴിച്ച് പൂസായി ഉറങ്ങരുത്, രാവിലെ മുഖം ചീത്തയാവും. ചിരിച്ചുകൊണ്ട് ഞാൻ കഴിക്കാറില്ല എന്ന് പറഞ്ഞത് മൈക്കിന് വിശ്വാസം പോരാ. ഗോഡല്ലോയുടെ ഗ്രാമവീഥികളിൽ നടക്കാനായി ഞാൻ അതിരാവിലെ ഉണർന്നു. കിളിവാതിൽ കൂടി നോക്കുമ്പോൾ മൈക്കിന്റെ മുഖം അങ്ങേ തലയ്ക്കുള്ള കിളിവാതിൽ കാണാം. ഗുഡ് ഡേ ആശംസിച്ച് മൈക്കിനെ യാത്രയാക്കി. മഞ്ഞു വീണ് നനഞ്ഞ കോട്ടിന്റെ പോക്കറ്റിൽ കൈ ചേർത്ത് ഞാൻ അവിടെ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള മരിയ ബെസ്നിയ റെയിൽവേ സ്റ്റേഷനിൽ നടന്നു. അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് അടുത്ത ഗ്രാമത്തിൽ പോയി തിരികെ വന്നു. ധാരാളം ഗ്രാമീണരെ ഈ യാത്രയിൽ പരിചയപ്പെട്ടു. നേരമായപ്പോഴാണ് ഹോട്ടലിൽ തിരികെ എത്തിയത്. അപ്പോൾ മൈക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ എത്തിയിട്ടുണ്ട്. ആ ഹോട്ടലിലെ എല്ലാ വിഭവങ്ങളും നിറഞ്ഞ ഒരു പ്ലേറ്റിന് മുന്നിലിരുന്ന് കാര്യമായി പണിയെടുക്കുകയാണ്. ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന ഞാൻ ഗ്രിഗറി എന്ന അരുമയോടെ വിളിക്കുന്ന ശ്രീജിത്ത് എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, മാഡം, ഈ മൈക്കിന് മാഡത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് എപ്പോഴും മാഡത്തെക്കുറിച്ച് പറയും. ഞാൻ ചിരിച്ചു. ശ്രീജിത്തിനെ ഗ്രിഗറി എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ എല്ലാവരെയും ഓരോ മണ്ടത്തരത്തിൽ ചെന്ന് കൊണ്ടുചെന്ന് ചാടിക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ സ്ലൊവേനിയയുടെ തലസ്ഥാനമായ ലുബിയാനയിൽ എത്തിയപ്പോഴാണ് മൈക്കിനെ കാണാതായത്. ഹൈവേയിൽ ഒരു ഹോട്ടലും കാണാതെ വിശന്ന് പൊതിഞ്ഞ മൈക്ക് പരവേശത്തോടെ ഒരു ബസ് ഉപേക്ഷിച്ച് തന്നെ യാത്ര സ്ഥലം വിടുകയായിരുന്നു. ഞങ്ങൾ ആരും പോകാത്ത വഴികളിലൂടെ ഡോക്ടർ സണ്ണിയെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. മണിക്കൂറുകൾ കഴിഞ്ഞാണ് മൈക്കിനെ കണ്ടുകിട്ടിയത്. വയറ്റിലെ ആളുന്ന അഗ്നി ശമിച്ച മൈക്ക് അപ്പോഴേക്കും ഒരു ഐസ്ബർഗ് പോലെ തണുത്തിരുന്നു. അവസാന ദിനം ഇൻസ്ബ്രൂക്കിലേക്കായിരുന്നു യാത്ര. ശീതകാല ഒളിമ്പിക്സിന്റെ ആസ്ഥാനമാണ് ഇൻസ്ബ്രൂക്ക് നഗരം. വമ്പൻ പർവ്വതനിരകൾക്ക് നടുവിൽ കളിത്തട്ടിൽ പോലെ ഒരിടം. അതിരാവിലെ തുടങ്ങിയ യാത്ര അവസാനിക്കേണ്ടത് അക്സമർ ലൈസം എന്ന ഗ്രാമത്തിലാണ്. അവിടെയാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഒളിമ്പിയ എന്ന ഹോട്ടൽ. മഞ്ഞ് താഴ്വരകളിലും അതിനു മുകളിലുള്ള ഹിമമുടികളും ഹിമപ്പുലികൾ മേയുന്ന ഇടങ്ങളും സിറ്റിയുടെ വെള്ളമേൽക്കൂര എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണിത്. സ്കീയിങ്ങിനും ട്രക്കിങ്ങിനും ഒക്കെ പേരുകേട്ട ഇടം. 3 മണിക്കൂറിലേറെ കറങ്ങിയിട്ടും ഇൻസ്ബ്രൂക്കിലെ ആ ഹോട്ടൽ മാത്രം കണ്ടുകിട്ടുന്നില്ല. ഗൂഗിൾ മാപ്പിന്റെ അപാര കഴിവുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അത് എവിടെയോ പോയി ഒളിച്ചിരിപ്പാണ്. മഞ്ഞും തണുപ്പും കൂടിക്കൂടി വരുന്നു. ഹോട്ടലിൽ നിന്ന് അതിനോടകം ഒരുപാട് ഫോൺ വിളികൾ ഗൈഡിന് വന്നു കഴിഞ്ഞു. ഒരു പറ്റം ഏഷ്യൻസ് വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല. ഞങ്ങളുടെ ഡിന്നറിനുള്ള ടൈം കഴിയാറായി. സ്റ്റാഫ് പോകാൻ വെയിറ്റ് ചെയ്യുന്നു. ആകെ ജഗപുക. മൈക്കിളിനെ ഇത്ര പരിക്ഷീണനായി അതിനു മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ആ കൂറ്റൻ ബസ് മഞ്ഞുപാളികളെ കീറി മുറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ വഴിതെറ്റി
റിവേഴ്സ് എടുക്കും. ഓരോ റിവേഴ്സിലും ബസ്സിൽ ആശങ്കകൾ ഉയർന്നു. ഇരുട്ടും തണുപ്പും കോടമഞ്ഞ് നിറഞ്ഞ വഴി. അവസാനം മഞ്ഞിൽ നനഞ്ഞ പന്നിക്കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങൾ ചൂട് പ്രസരിക്കുന്ന ആ ഹോട്ടലിന്റെ വാതിലിൽ എത്തിച്ചേർന്നു. ആരെയും നോക്കാതെ മൈക്ക് സ്വന്തം ട്രാവൽ ബാഗും എടുത്ത് ഏതോ മുറിയിലേക്ക് മറിഞ്ഞു. പതിവുള്ള സംസാരമോ വിടപറയലോ ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഡിന്നർ കഴിച്ചു തീർക്കൂ എന്ന ഹോട്ടൽ ജീവനക്കാരുടെ ആക്രോശത്തെ അനുസരിച്ച് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു ഉറങ്ങാൻ പോയി. അന്ന് എനിക്ക് കിട്ടിയ മുറി അവിടുത്തെ ഡ്രൈവർമാരുടെയും മറ്റോ ആയിരുന്നു. ഒരു ഇടുങ്ങിയ ഇടം. പക്ഷേ ജാലകത്തിനപ്പുറം ആൽപ്സ് മഞ്ഞ് പൊഴിച്ചു നിൽക്കുന്നത് കണ്ട് ഒരു പരാതിയുമില്ലാതെ ഞാൻ ആ മുറിയിൽ ചുരുണ്ടുകൂടി. പിറ്റേ ദിവസം ഇക്കാര്യം പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ മുറി ഷെയർ ചെയ്യാമായിരുന്നു എന്ന് ഖേദത്തോടെ മൈക്ക് പറഞ്ഞു. അന്നത്തെ പ്രാതൽ മേശയിൽ മൈക്ക് നിശബ്ദനായിരുന്നു. മഞ്ഞ് ഒഴുകി വീഴുന്ന മലഞ്ചെരിവുകൾ നോക്കിയിരുന്നു. ഒന്നും മിണ്ടാതെ ആഹാരം കഴിച്ചു തീർത്തു. മ്യൂണിക്കിലെ കടവുപ്പാടങ്ങൾ കണ്ട് ഒക്ടോബർ ഫെസ്റ്റ് എന്നറിയപ്പെടുന്ന ബിയർ കുടിയൻ ഫെസ്റ്റിവലിന്റെ തലസ്ഥാനമായ ബെവേറിയയിൽ കൂടി കറങ്ങി പ്രാഗ് വസന്തങ്ങൾ അനുസ്മരിച്ച് ലൂബിയാന കാസിലിന് മുന്നിൽ വിസ്മയിച്ചു നിന്ന് വിയന്നയിലെ തളർത്തും പൂത്തു നിൽക്കുന്ന മുന്തിരിപ്പാടങ്ങൾ താണ്ടി ആൽപ്സിന്റെ താഴ്വരയിലെ മനോഹര ഗ്രാമങ്ങളിൽ കൂടി ഏതാണ്ട് 3000 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ മ്യൂണിക്കിൽ മടങ്ങിയെത്തി. നീണ്ട യാത്രയായിരുന്നെങ്കിലും അതിന്റെ ക്ഷീണമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു കുലുക്കം പോലും ഉള്ളിലേക്ക് അറിയിക്കാത്ത ബസ്സും അതിന്റെ കുലുക്കമില്ലാത്ത തേരാളിയും ആ ഈസ്റ്റ് യൂറോപ്യൻ പര്യടനത്തിന്റെ ഐശ്വര്യങ്ങളായിരുന്നു. മൈക്ക് ഉഗ്രൻ ഷോഫറായിരുന്നു എന്ന് എടുത്തു പറഞ്ഞേ തീരൂ. യാത്രയുടെ ഒടുവിൽ മ്യൂണിക്ക് എയർപോർട്ടിൽ വെച്ച് യാത്ര അയക്കുമ്പോൾ മൈക്ക് പറഞ്ഞു, സീ യു നെക്സ്റ്റ് ടൈം. നല്ല ടിപ്പ് കൊടുത്തോടെ മൈക്കിന്റെ മുഖത്ത് പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശം നിറഞ്ഞു. ഒരു ബൈ പറഞ്ഞ് എൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് ചൂഴ്ന്നു നോക്കി മൈക്ക് യാത്രയായി. ഇപ്പോഴും മൈക്കൽ കേണി എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്ന് ഇടയ്ക്ക് എനിക്ക് ഓരോ സന്ദേശങ്ങൾ വാട്സപ്പിൽ വരും. മിക്കപ്പോഴും വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ചിത്രമായിരിക്കും. നിങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് എന്നെ ഓർമ്മിപ്പിക്കും പോലെ.